മറുനാടൻ സാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഷർട്ട് പോലും പാവത്തിന് ഇടാൻ സാധിച്ചില്ല. എന്തൊരു പ്രഹസനമാണിത്. ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. നമുക്ക് ആദ്യം ആ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. പിണറായി വീണ്ടും വീണ്ടും പറയുന്നു, കേരളം മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ. പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു. ഉടുപ്പിടാതെ ജയിലിലേക്ക് എല്ലാവരോടും അടുത്ത് വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും അടുത്ത് വരും എന്നാലേ കാണാൻ പറ്റുള്ളൂ. എന്റെ ഉടുപ്പിടാതെ ജയിലിൽ കൊണ്ടു വീട്ടിൽ പിടിച്ചോണ്ടാ. പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിലടയ്ക്കും. ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന എന്നെ പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ പിടിച്ചോണ്ട് പോന്നു. പിടിച്ചോണ്ട് പോന്നു. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. തങ്ങളൊരു സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നാണ് കേസ്. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു. കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വത്തെ അവമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധിയോടെ പോരാടും. കേസുകളുണ്ടല്ലോ എല്ലാം കള്ളക്കേസ്. ഒരു കേസിലാണ് ജയിലടച്ച്. ഇതാണ് വലിയ വിപ്ലവകാരിയാണെന്നൊക്കെ കാണിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇത് ഇച്ചിരി ഓവറല്ലേ? ഷർട്ട് ഇടാൻ അവസരം കിട്ടിയില്ലെന്നാ പറയുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. ഈ മറുനാടൻ്റെ ഫോളോവേഴ്സൊന്നും എൻ്റെ മെക്കിട്ട് കയറാൻ വരല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മറുനാടൻ്റെ ഒരു ഫോളോവർ തന്നെയാണ്. പക്ഷേ നമുക്കൊരു കാഴ്ച കാണുമ്പോഴത്തേക്കും ഒരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി കാണിക്കുന്ന എല്ലാം ശരിയാണെന്ന് പറയുന്ന സ്വഭാവക്കാരനൊന്നുമല്ല ഞാൻ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നുമല്ലെങ്കിലും പുള്ളി ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്, പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും പോലീസുകാർ ഒരിക്കലും ഷർട്ട് ഇടാനൊന്നും പറ്റുമായിരുന്നു പറഞ്ഞ് കുത്തിരി പിടിച്ച് ഇറക്കിക്കൊണ്ട് ചോറുണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും വിളിച്ചിറക്കിക്കൊണ്ട് പോരൂ എന്നൊക്കെ പറഞ്ഞ് അതത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് പുള്ളി മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യം ശരിയാണ്. പുള്ളിക്കാരൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ മിക്കവാറും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ കുറച്ച് പ്രഹസനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഷർട്ട് ഇടാതെ പോവുകയാണ്, എന്നെ പോലീസുകാർ വലിച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കൊക്കെ തോന്നുമല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം? വെറുതെ ഈ എന്നാ പറയുന്നത്, വൈറലാകാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ കാണിച്ചു കൂട്ടുന്ന പോലെ. ഇദ്ദേഹത്തിന് അങ്ങനെ വൈറലാകേണ്ട കാര്യം ഉണ്ടോ? ഇങ്ങനത്തെ ഈ പരിപാടി കാണിച്ച് വൈറലാകേണ്ട കാര്യം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നിന്നിട്ട് ഷർട്ട് ഇടാതെ നിൽക്കുന്നു, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഷർട്ട് ഇടാതെ നിൽക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടിയാണ്, മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്ന സർക്കാരാണല്ലോ നമ്മുടെ. പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഇച്ചിരി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കൈ കടത്തി മറ്റേതാ മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ മാധ്യമങ്ങളടക്കം സർക്കാരും എല്ലാം. പക്ഷേ സാജൻ സാറെന്ന് പറയുന്ന ആളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്തിനാണ് ഒരു വണ്ടി പോലീസും കൂടെ വീട്ടിലോട്ട് ഇരച്ച് കയറിയത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളിയോട് ഇന്ന പോലെ ഒന്ന് ഹാജരാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് ഹാജരാകത്തില്ലേ? ഹാജരാകും. പക്ഷേ ഈ സാജൻ സാറ് കാണിച്ചത് കംപ്ലീറ്റ് പ്രഹസനം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ശരിയാണ്, എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. വഴിയിൽ കയറിയപ്പോൾ ഒരു ഷർട്ട്, ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല, നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല, എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ മേടിച്ചു തരുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല, എൻ്റെ ഷർട്ട് ഞാൻ ഇടത്തുള്ളൂ. എന്നാൽ അവർ തന്നെ സെക്കൻഡ് ഹാൻഡ് ഷർട്ട് പോലെയാണ് മേടിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇടുന്ന ഒരു സൈസ് ഷർട്ടുണ്ട്, ഒരു ഖദർ പോലത്തെ റോസ് ഒക്കെ പോലത്തെ ഒരു ഷർട്ട് ഇടുന്നുണ്ട്. അതൊരു സാധനം മേടിക്കാൻ കിട്ടുമല്ലേ? അങ്ങനെ അങ്ങ് മുട്ടാപ്പോക്കിറക്കാതെ. അങ്ങനെയാണ് ഇവിടെ വരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന്. ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് ഇരുന്നത്. അതിന് ഉടുപ്പിടാത്ത ആൾ ഇതിന് കസേര ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് തോന്നി ഞാൻ നിലത്താണ് ഇരുന്നത്. അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഉടുപ്പിടാത്ത ആൾ നിലത്തിരിക്കാനാണ് യോഗ്യൻ, കസേര ഇരിക്കാൻ യോഗ്യനല്ലെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചോന്ന് എനിക്കറിയില്ല. കാരണം നിലത്തിരിക്കുന്നതൊക്കെ വീഡിയോ മാധ്യമപ്രവർത്തകർക്ക് കിട്ടുവാണെങ്കിൽ അതും ഒരു ശരിയാണ്. മറുനാടൻ സാജൻ പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. ഒരു പരിധി എന്നല്ല, പൂർണ്ണമായിട്ടും ശരിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പിണറായി സർക്കാരിന് എന്തായാലും മറുനാടൻ മലയാളിയോട് വൈരാഗ്യമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും മറുനാടൻ സാജനെ പൂട്ടണം എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയിൽപ്പെട്ട തന്നെയാണ്.
അപ്പോൾ ഇടിച്ച് കയറി ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ മോശമാണ്. പിന്നെ ഈ ഷർട്ട് ഇടിയിച്ചില്ല, ഷർട്ട് ഇടാൻ സമ്മതിച്ചില്ല, അതായതാന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളൊരാളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം കാണിക്കുന്ന എല്ലാം പറ്റും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ.